ഹലോ ഗായ്സ്, അപ്പം നമുക്കിന്ന് ലീവൊക്കെ കിട്ടി. എക്സ്പെക്റ്റ് ചെയ്യാതെ കിട്ടിയ ലീവാണ് ഗായ്സ് നമുക്കിന്നത്തെ. സോ നമ്മളെല്ലാം പെട്ടെന്ന് റെഡി ആവുകയാണ്. അങ്ങനെ റെഡിയൊക്കെ ആയി റൂമിൽ നിന്ന് ഇറങ്ങി ഗായ്സ്. ഇത് എൻ്റെ റൂംമേറ്റാണ് ഗായ്സ്, അമ്ന. അപ്പോൾ അവളും പറയുകയാണ് എക്സ്പെക്റ്റ് ചെയ്ത് കിട്ടിയതാണ്, അങ്ങനെയൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യണം ഗായ്സ് ഗേറ്റ് പാസ് കിട്ടാൻ വേണ്ടി. അങ്ങനെ മാം വന്നു, നെയിമൊക്കെ വിളിച്ച് ബസ്സിലൊക്കെ നമ്മൾ കയറി. കണ്ടോ എല്ലാവരും ഉണ്ട്. അക്ഷയേൻ്റെ ഇടയ്ക്ക് എന്തൊക്കെ എക്സ്പ്രഷനുണ്ട്, അവൾക്ക് വയ്യ. അങ്ങനെ നമ്മൾ കണ്ടോ ഗൈസ്, ഒടുക്കത്തെ ചൂടാണ് ഗൈസ് ഇവിടെ. അപ്പോൾ നമ്മൾ ഫാനൊക്കെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക, ചൂടെടുത്തിട്ട് മേല. കണ്ടോ ഗൈസ്, നമ്മൾ അങ്ങനെ പേരമ്പളിലോട്ട് പോവാണ്. ഇനി അവിടെ ചെന്നിട്ട് വേണം. ഇത് കണ്ടോ, ഇവിടുത്തെ സ്വീറ്റ്സിൽ അടിപൊളിയാണ്. സോ ഞാൻ കുറച്ച് സ്വീറ്റ്സൊക്കെ മേടിച്ചു. എന്നിട്ട് ബസ് കയറി തൃച്ചിക്കുള്ള. ഇനിയും തൃച്ചി ചെന്നിട്ട് നമുക്ക് ഫുഡൊക്കെ കഴിക്കണം. അങ്ങനെ തൃച്ചി എത്തി ഗൈസ്. ഇനി നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. ഫുഡൊക്കെ കഴിക്കാൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഓട്ടോയ്ക്ക് നമ്മൾ കാഞ്ചനയിൽ പോയി. കാഞ്ചന തിന്നിട്ട് ഗൈസ്, കാഞ്ചന എമ്മി റെസ്റ്റോറൻ്റാണ്. സോ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. ആടുതലയാണെങ്കിൽ സൂപ്പ് ഓർഡർ ചെയ്തു ഗൈസ്. ഞാനാണെങ്കിൽ എമ്മി ചിക്കൻ ബിരിയാണി ഓർഡർ ചെയ്തു ഗൈസ്. കണ്ടോ, നല്ല എമ്മിയാണ് ഗൈസ് ഇവിടുത്തെ ചിക്കൻ ബിരിയാണിയൊക്കെ. സോ എമ്മി. അങ്ങനെ അലിരാച്ചാണെങ്കിൽ എഗ് റൈസ് ഓർഡർ ചെയ്തു ഗൈസ്. അങ്ങനെ എല്ലാവരും അവരവർക്ക് വേണ്ടതെല്ലാം ഓർഡർ ചെയ്തു. നമ്മൾ അന്ന് കഴിച്ച് കഴിഞ്ഞിട്ട് ഗൈസ് നടക്കുവാണ് റെയിൽവേ സ്റ്റേഷനിലോട്ട്. അങ്ങനെ റെയിൽവേ സ്റ്റേഷനെത്തി ഗൈസ്. റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി നമ്മൾ ടിക്കറ്റൊക്കെ എടുക്കണം. അത് അപ്പോഴത്തേക്കിന് ഞാൻ വീഡിയോ എടുക്കാൻ എന്നിട്ട് റോസ്റ്റിൽ ഓടുന്നു. ഇനിയും ഞങ്ങൾ നടക്കണേ. എന്നിട്ട് ഞങ്ങൾക്ക് 4th പ്ലാറ്റ്ഫോമിലാണ് ഗൈസ് വരുന്നത്. സോ ഞാനും അവരുടെ കൂടെ എക്സലേറ്ററിൽ പോവാണ് ഗൈസ്. അങ്ങനെ എക്സലേറ്ററിൽ പോയി നമ്മൾ ട്രെയിനിൽ കയറാമെന്നൊക്കെ വിചാരിച്ച് പോയി ഗൈസ്. പക്ഷേ ട്രെയിനിൽ കാല് കുത്താൻ സ്ഥലമില്ലായിരുന്നു. പിന്നെ നമ്മൾ അടുത്ത ട്രെയിന് വെയിറ്റ് ചെയ്ത് അവിടെ വായി നോക്കി നിന്നു. അത് കഴിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോഴത്തേക്കും അടുത്ത ട്രെയിൻ വന്നു. പിന്നെ അലിരാജിൻ്റെ ഓരോ ഇതൊക്കെ കേട്ടു. അപ്പോൾ നമ്മൾ ട്രെയിനിലൊക്കെ കയറി ഗൈസ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു വിറ്റ് നടന്നു ഗൈസ്. ഞങ്ങൾ 4th പ്ലാറ്റ്ഫോമിലല്ലേ നിന്ന്, പക്ഷേ ട്രെയിൻ വന്നത് എവിടെയാണെന്നറിയോ, 6th പ്ലാറ്റ്ഫോമിൽ. അങ്ങനെ അവിടെ നന്ദക്കം ബിന്ദക്കം ഓടി എങ്ങനെയോ എത്തി 6th. എന്നിട്ട് പിന്നെ ട്രെയിനിലൊക്കെ കയറി സീറ്റൊക്കെ കിട്ടി. അങ്ങനെ കുറച്ച് സ്കിൻ കെയർ ഒക്കെ ആവാൻ എഴുതി, ക്ലെൻസറൊക്കെ ഇട്ടു. കഴിഞ്ഞ് സെറമൊക്കെ അപ്ലൈ ചെയ്തു. സെറം അപ്ലൈ ചെയ്തതിന് ഇനി മോയ്സ്ചറൈസർ ഇടണം. ദെൻ അതൊക്കെ കഴിഞ്ഞ് ഇനി ഒരു ഉറക്കം അങ്ങ് പാസ്സാക്കും. അതാണ് എൻ്റെ ഇത്. കണ്ടോ, ഇവിടെയൊക്കെ ഞാൻ എന്തിനാണെന്ന് വെച്ചാൽ എനിക്ക് ഡാർക്ക് പിഗ്മെൻറ്റേഷൻ ഉണ്ട് ഇവിടെ. സോ അതുകൊണ്ട് ഇടുന്നതാണ് ഗൈസ് അവിടെയൊക്കെ അപ്ലൈ ചെയ്യുന്നത്. ഇനി അതൊക്കെ ഇട്ട് കഴിഞ്ഞ് മോയ്സ്ചറൈസറും കൂടെ ഇട്ടു. മോയ്സ്ചറൈസർ ഇട്ട് കഴിഞ്ഞ് ഇനി ഉറക്കം. അതാണ് മെയിൻ. എനിക്ക് ഉറങ്ങിയല്ല എണ്ണിച്ചാകുമ്പോൾ കൊല്ലാവുന്നതാണ് എൻ്റെ ഒരു ഇത്. ഞാനിപ്പോൾ പോകുന്നത് ട്രിവാൻഡ്രത്തോട്ടാണ് ഗൈസ്. അമ്മയുടെ ചേച്ചിയുടെ വീട്ടിൽ ട്രിവാൻഡ്രമാണ്, സോണിയമ്മയുടെ അവിടെ. സോ സോണിയമ്മയുടെ അടുത്തോട്ടാണ് ഞാൻ പോകുന്നത്. സോ എനിക്ക് കൊല്ലം ചെന്നിട്ട് അവിടെ നിന്ന് പിന്നെ ട്രിവാൻഡ്രം ട്രെയിന് കയറണം. അതൊക്കെ ഞാൻ പറയുമായിരുന്നു അലീനച്ചിനോട്. അങ്ങനെ ട്രെയിൻ എടുത്തു ഗൈസ്. അങ്ങനെ ജിസ്നാണ് എൻ്റെ അപ്പുറത്തിരിക്കുന്നത്. അവൾ എന്നോട് ചോദിക്കുമായിരുന്നു പിന്നെ വ്ളോഗിലിടാനാണോ എന്നൊക്കെ. പിന്നെ ട്രെയിനൊക്കെ എടുത്തു ഗൈസ്. അങ്ങനെ അടിപൊളി കാറ്റൊക്കെ ആയിരുന്നു. അതൊക്കെ കണ്ടിങ്ങനെ ഇരുന്നു. അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എല്ലാവരും കിടന്നുറങ്ങി ഗൈസ്. ഞാൻ മാത്രം ഇങ്ങനെ വായി നോക്കിയിരുന്നു. അത് കഴിഞ്ഞപ്പോൾ ഞാനും കിടന്നുറങ്ങി. ഉറങ്ങി എണ്ണിച്ചെല്ലാം കഴിഞ്ഞ് പോയി. പിന്നെ ബ്രഷൊക്കെ ഒന്ന് ചെയ്ത് എല്ലാം വന്നു കഴിഞ്ഞപ്പോൾ കൊല്ലമായി ഗൈസ്. അങ്ങനെ നമ്മൾ കൊല്ലത്തിറങ്ങി. അതിട്ട് പിന്നെ അടുത്ത ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഗൈസ്. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്കിനും അടുത്ത ട്രെയിൻ വന്നു. അങ്ങനെ ട്രെയിനൊക്കെ വന്നു. ട്രെയിനിലൊക്കെ കയറി ഗൈസ്. അങ്ങനെ ട്രെയിനിലൊക്കെ കയറി. ഇപ്പം നമുക്ക് ട്രിവാൻഡ്രം ഇറങ്ങാറാവും ഗൈസ്. അങ്ങനെ ട്രിവാൻഡ്രമൊക്കെ ഇറങ്ങി. ഇങ്ങനെ ഒടുക്കലത്തെ വൈനായിരുന്നു ഗൈസ് ഇവിടെ. സോ ഞാൻ അവിടെ ഒരു മരം ഉണ്ടായിരുന്നു, അതിൻ്റെ കീഴൊക്കെ കയറി ഇങ്ങനെ ഇരിക്കുകയാണ്. കണ്ടോ, ഓ മൈ ഗോഡ്. അങ്ങനെ അന്തുവും സോണിയമ്മയും കൂടെ വന്നു. അങ്ങനെ പിന്നെ സോണിയമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോകണമായിരുന്നു ഗൈസ്. സോ ഹോസ്പിറ്റലൊക്കെ കയറി. ഞാൻ ഭയങ്കര പോസ്റ്റാണ് ഗൈസ് ഇവിടെ. പെട്ടെന്നൊന്ന് വീട്ടിൽ ചെന്നാൽ മതി, ഒന്ന് കിടക്കണം എന്നൊരു ഇതിലൊക്കെ ഞാനിവിടെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക. പിന്നെ കുറേ കഴിഞ്ഞ് നോക്കുമ്പോൾ തന്നെ ഗൈസ് പുറത്ത് അടിപൊളി മഴ. അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിൽ പോവാണ്. അങ്ങനെ വീട്ടിലൊക്കെ ചെന്ന് ഞങ്ങൾ ഫേസിൽ ഓയിലൊക്കെ തേച്ചു. ഒരു കുളിയൊക്കെ പാസ്സാക്കാൻ വേണ്ടി ഇരിക്കുക. കുളിയൊക്കെ കഴിഞ്ഞ് ഇനി ഒന്ന് ഉറങ്ങാൻ പോവാണ് ഗൈസ്. കണ്ടോ, ഉറങ്ങിയൊക്കെ എണ്ണിച്ച് വന്നപ്പോഴത്തേന് അമ്മാമ്മയുടെ വക എമ്മി പാലപ്പവും ചിക്കൻ കറി ഉണ്ടായിരുന്നതൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് എല്ലാവരും കൂടെ ഇന്ന് ടി വി ഒക്കെ ആണ് ഗൈസ്. കണ്ടോ, ഞാനും കുറേ നേരം ടി വി കണ്ടത്. അതിന് ചുമ്മാ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നടന്നത്. അതിന് പിന്നെ ചിത്രത്താഴ് സിനിമ ഉണ്ടായിരുന്നു, അതൊക്കെ ഇത് കണ്ടു. എന്നിട്ട് പിന്നെ ചോറും കപ്പയും ബീഫും പപ്പടും എല്ലാം കൂടെ കുട്ടി ഒരു പിടി അങ്ങ് പിടിച്ചു ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പം അശ്വിൻസിൽ നമ്മൾ മേടിച്ച സ്വീറ്റ്സ് ഉണ്ടല്ലോ, അത് കഴിച്ചു. ഇത് സോ എമ്മി ആയിരുന്നു. അങ്ങനെ മൈസൂർ പാക്കൊക്കെ കഴിച്ചു ഗൈസ്. സോ എമ്മി ആയിരുന്നു, അടിപൊളിയായിരുന്നു. അപ്പം ഇന്നത്തെ വീഡിയോയുടെ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, ബൈ.